സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. വെള്ളക്കെട്ടിൽ വലയുകയാണ് തലസ്ഥാനം. തമ്പാനൂരിലും ചാലയിലും കിഴക്കക്കോട്ടയിലും വെള്ളക്കെട്ടുണ്ട്. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് മന്ത്രി വി ശിവൻകുട്ടി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം മന്ത്രിയുടെ ഓഫീസിൽ യോഗം ചേരും. ഇടുക്കി എഴുകും വയലിൽ കൃഷിഭൂമി ഒലിച്ചുപോയിട്ടുണ്ട്. 3 ഏക്കറിലധികം കൃഷിഭൂമിയാണ് ഒലിച്ചുപോയത്. സ്വന്തന സജുവും ഗോപാൽ ശീലാസനിലും രാഹുൽ സുരേഷും ചേരുന്നുണ്ട്. ആദ്യം സ്വന്തനയിലേക്ക്. സ്വന്തന, തിരുവനന്തപുരത്ത് എങ്ങനെയാണ്? മഴ അല്പം ശമിച്ചിട്ടുണ്ടോ? വെള്ളക്കെട്ടിപ്പോഴും രൂക്ഷമാണോ? ഡോക്ടർ, തിരുവനന്തപുരത്ത് മഴ രാവിലെ ഒരു 7 മണി മുതൽക്ക് തന്നെ മഴയ്ക്ക് ചെറിയൊരു ശമനം. എന്താ വെച്ചാൽ മഴ പൂർണ്ണമായി മാറി നിന്നും നമുക്ക് പറയാൻ കഴിയില്ല. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. പക്ഷേ എന്നാലും ശക്തമായ ഒരു മഴയിൽ നിലവിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വെമ്പാലവട്ടത്താണ്. വെമ്പാലവട്ടത്ത് കിംസ് ആശുപത്രിക്ക് തൊട്ടടുത്തായുള്ള ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. ഇതൊരു പേ ആൻഡ് പാർക്ക് ഗ്രൗണ്ടാണ്. ഇവിടെ നമുക്ക് കാണാം വലിയ വെള്ളക്കെട്ടാണ് ഈ ഒരു ഗ്രൗണ്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ, ഏതാണ്ട് ഒരു 10ഓളം വാഹനങ്ങൾ, ഏതാണ്ട് 1/4 ഭാഗത്തോളം മുങ്ങിയിട്ടുണ്ട്. ബാക്കി വാഹനങ്ങൾ നമുക്ക് കാണാം ടയറിനൊപ്പം ഒക്കെ തന്നെയും വെള്ളം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇതിന്റെ ഇത്രയും വലിയ രൂക്ഷമാകാൻ ഇതിന്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഡോക്ടർ അരുൺ, ഈ പേ ആൻഡ് പാർക്ക്, ഇത് ഒരു പ്രൈവറ്റ് പേ ആൻഡ് പാർക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ആരൊക്കെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പോകുന്നത് എന്ന് ഇവിടുത്തെ ജീവനക്കാർക്കും അറിയില്ല. ഇവർ ആശുപത്രിയിലൊക്കെ പറഞ്ഞ് അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ കുറച്ച് വാഹനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. പിന്നെ അവർക്ക് തള്ളി നീക്കി മാറ്റാൻ കഴിയുന്ന വാഹനങ്ങളൊക്കെ അവർ ഈ വലിയ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ മറ്റു ചില വാഹനങ്ങളൊക്കെ തന്നെ ലോക്ക് ആയതുകൊണ്ട് അവർക്ക് എടുത്തു മാറ്റാനുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട്. ഇവിടുത്തെ ജീവനക്കാരുണ്ട്, നമുക്കൊന്ന് ചോദിക്കാമെന്ന് തോന്നുന്നു അവരോട്. കുറേ വാഹനങ്ങളൊക്കെ വെള്ളത്തിലായല്ലേ? ഒരു 10-12 വണ്ടി വെള്ളത്തിലായി. അതിൽ 5-6 വണ്ടി തള്ളി കയറ്റി വിട്ടു. ഒന്നാണ് ഈ വണ്ടി. ഇതിപ്പോ നമുക്ക് തോന്നുന്നു ഇത് അറിയിക്കാൻ ഒരു സൗകര്യമില്ലാതായി പോയി. അറിയിക്കാൻ സൗകര്യമില്ല. നമ്മൾ ആക്കുകയാണെങ്കിൽ മഴ സമയത്ത് അവരെ ഫോൺ നമ്പർ വാങ്ങിക്കും. ഇപ്പം വാങ്ങിക്കില്ല. ഇത് നമ്മൾ പെട്ടെന്ന് മഴ ഇന്നലെ ഒരു 9 മണിക്ക് മഴ. ഇത്രയും വെള്ളം കയറിയത് എപ്പോഴാണ്? ഇത്രയും വെളുപ്പരാവിലെ കയറിയത്. ഞാൻ ഇന്നലെ നൈറ്റ് ഞാൻ ഇരുന്നത്. അപ്പോൾ രാത്രി ആ പകലിക്ക് വെള്ളമുള്ളായിരുന്നു. രാവിലെ സ്കൂട്ടറുകളും മറ്റുണ്ട്. ഇപ്പൊ കാറുകൾ നമുക്ക് കാണാൻ പറ്റും. സ്കൂട്ടർ വല്ലതിനടിയിലുണ്ട്? സ്കൂട്ടർ പാർക്കില്ല. കാർ പാർക്കിംഗ് മാത്രമേ ഉള്ളൂ. 4 വീലർ കാർ പാർക്ക്. അതാണ് ഡോക്ടർ അരുൺ ഈ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അറിയിക്കാൻ പറ്റാത്ത പോയതാണ് പ്രധാന കാരണം. കഴിഞ്ഞ തവണയൊക്കെ മഴ പെയ്തപ്പോൾ അവർ ഈ RTO ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങളിലെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ നോക്കിയിട്ട് വിളിച്ചു പറയുകയൊക്കെ ഉണ്ടായി. ഇത്തവണ ഹോസ്പിറ്റൽ അനൗൺസ്മെന്റും മറ്റും നടത്തിയിട്ടുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആളുകൾ പാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. ഇത് ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് അല്ല, അതിന് പുറത്തുള്ള ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങോട്ടാണ് ഇവർ വാഹനം പാർക്ക് ചെയ്ത് പോയത് എന്ന് കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇനി അത് എടുത്തോണ്ട് വരണമെങ്കിൽ ക്രെയിൻ കെട്ടി വലിക്കേണ്ടി വരുന്ന അവസ്ഥയിലായി ഇല്ലേ? അതെ, അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടത് ഇവർ. കാരണം ആ പ്രദേശത്തേക്കൊന്നും പോകാൻ കഴിയില്ല. വലിയ വെള്ളമാണ് എന്ന് നേരത്തെ ഇവർ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇതിനപ്പുറത്തൊരു തോടുണ്ട്. ആ തോട്ടിൽ നിന്നൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വെള്ളം കയറുന്നത്. ഇതിപ്പോൾ വെമ്പാലവട്ടത്താണ് നമ്മൾ നിൽക്കുന്നത്. നേരത്തെയൊക്കെ നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്തെ പല താഴ്ന്ന പ്രദേശങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇന്നലെ ഒരു 9:30 തുടങ്ങിയ മഴയാണ്, അതിപ്പോഴും തുടരുകയാണ്. പെട്ടെന്നാണ് ഇത്രയും വെള്ളം അങ്ങ് വന്ന് കയറി ഇരച്ചു കയറിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ആളുകൾക്ക് സാന്ത്വനയാണ് തിരുവനന്തപുരത്തിന്റെ കാഴ്ചകൾ നൽകിയത്. രാത്രി മുതൽ നല്ല മഴയായിരുന്നു. ആ മഴ ഇപ്പോഴും പൂർണ്ണമായിട്ടും ശമിച്ചിട്ടില്ല. ചെറിയൊരു ശമനമുണ്ട് എന്നുള്ളത്, നേരിയൊരു ശമനം അത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഗോപാലിലേക്കൊന്ന് പോകാം. ഗോപാൽ, മന്ത്രി വി ശിവൻകുട്ടി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ടെന്ന് കേട്ടു. അത്രമേൽ ഗുരുതരമാണോ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ? അങ്ങനെ ഒരു ഗുരുതരാവസ്ഥ എന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല അരുൺ. നേരത്തെ സ്വാന്തന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ വലിയ തോതിൽ മുൻപ് ഒരു സമയത്ത് ഈ എവിടെയും വെള്ളം കെട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ മാറി. പക്ഷേ അപ്പോഴും വെൺപാലവട്ടവും അതുപോലെ തന്നെ മണക്കാട് വട്ടക്കുളക്കരയും പോലെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ കാര്യമായി തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ അടിയന്തരമായിട്ടുള്ള ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. രാവിലെ 10:30 സെക്രട്ടേറിയറ്റിലെ ആനക്സ് 2-ൽ മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് ഈ യോഗം നടക്കുക. ജില്ലാ കളക്ടറും ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതരും കൂടാതെ നഗരസഭയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ, ഇതുവരെയൊക്കെയാണ് ഏത് തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എവിടെയെങ്കിലും ഗുരുതര സ്വഭാവത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും മേഖലകളിൽ കൂടുതൽ ഇടപെടേണ്ടതായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വിലയിരുത്തും. ഇനി വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഏതൊക്കെ തരത്തിൽ നിയന്ത്രിക്കണം
സ്വീകരിക്കണം, എന്ത് മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും. അല്പസമയത്തിനകം ആ യോഗം ചേരുമെന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. മന്ത്രിയുടെ മറ്റു പരിപാടികൾ, രാവിലെ ഉണ്ടായിരുന്ന മറ്റു പരിപാടികൾ റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ യോഗം ചേരുന്നത്. കാരണം ഇന്നലെ ഒരു രാത്രി മുഴുവൻ പെരുമഴയായിരുന്നു തിരുവനന്തപുരത്ത്. വലിയ തരത്തിലേക്കുള്ള വെള്ളക്കെട്ടുകൾ പലയിടത്തും രൂപപ്പെട്ടു. ഗതാഗതക്കുരുക്ക് പലയിടങ്ങളിലും വലിയ രൂക്ഷമായ സ്ഥിതി ഉണ്ടായി. കൂടാതെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ന് രാവിലെ 6:30 സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ അറിയിപ്പ് വരുന്നത്. ഈ സമയം തന്നെ പല കുട്ടികളും സ്കൂളിലേക്ക് പുറപ്പെടാൻ, ട്യൂഷനൊക്കെ പോകുന്ന കുട്ടികളും അതിനോടൊപ്പം തന്നെ രാവിലെ ഷിഫ്റ്റുള്ള സ്കൂളുകളിലെ കുട്ടികളും എല്ലാം തന്നെ പഠനത്തിന് വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഈ ഘട്ടത്തിൽ അത് വലിയ തരത്തിലേക്കുള്ള വിമർശനത്തിന് ഇടയാക്കുകയുണ്ടായി. ഫേസ്ബുക്ക് അക്കൗണ്ടൊന്നും ഇല്ലാത്തവരും അതിനോടൊപ്പം തന്നെ രാവിലെ ഈ ധൃതി പിടിച്ച ഓട്ടപ്പാച്ചിലിനിടയിൽ ഈ അറിയിപ്പൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്തവരുമൊക്കെ വലിയ തോതിൽ കുടുങ്ങി സ്കൂളിലേക്കൊക്കെ പോയിട്ട് മടങ്ങി വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ആ വിഷയം അടക്കം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ജില്ലാ കളക്ടർക്കും കളക്ടറേറ്റിനും വലിയ തരത്തിലേക്കുള്ള വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും ഉയർന്നുണ്ട്. ശരി ഗോപാൽ, നമുക്കിനി ഒന്ന് ഇടുക്കിയിലേക്ക് പോകണം. അവിടെ രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, ഇടുക്കിയിൽ എന്താണ് അവസ്ഥ? മഴ ഇങ്ങനെ ഇടയ്ക്ക് വിട്ടുവിട്ട് പെയ്യുന്നൊരവസ്ഥയായിരുന്നു. അവിടെ കൃഷിഭൂമി ഒലിച്ചുപോയി എന്ന് പറയുന്നു. അത്രയ്ക്ക് വലിയ മഴ പെയ്തിരുന്നോ ഇടുക്കിയിൽ? ഡോക്ടർ അരുൺ, ഈ സമയത്ത് മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയായിരുന്നു ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് അല്പസമയം മുമ്പാണ് ഈ മഴയ്ക്കൊരു ശമനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് എഴുകുംവയലിലാണ്. ഈ സ്ഥലം, കൃഷിഭൂമി ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഏതാണ്ട് ഒരു 3 ഏക്കറോളം കൃഷിഭൂമിയാണ് ഒലിച്ചു പോയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് ഈ മണ്ണൊലിപ്പ് ഉണ്ടായതെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. വേണമെങ്കിൽ ഉരുൾപൊട്ടലിന് സമാനമായിട്ടുള്ള ഒരു മണ്ണൊലിപ്പാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും കുരുമുളക്, കാപ്പി, ഏലം ഉൾപ്പെടെയുള്ള കൃഷിയായിരുന്നു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത് പൂർണ്ണമായി തന്നെ നശിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് താഴേക്ക് 3 ഏക്കറോളം ഭൂമി പൂർണ്ണമായി തന്നെ ഒലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. കുറ്റ്യാനിയിൽ സണ്ണി, ചെമ്മരപ്പള്ളി, അനീഷ് എന്നിവരുടെ കൃഷിഭൂമിയിലാണ് നാശം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഇവിടെയുള്ള പ്രദേശവാസികളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ ഭൂമിയാണല്ലേ ഒലിച്ചു പോയിട്ടുള്ളത്? എന്തൊക്കെയായിരുന്നു കൃഷി ഉണ്ടായിരുന്നത്? ഏലം, കാപ്പി, കുരുമുളക്. വലിയ നഷ്ടം വന്നിട്ടുണ്ട്. പകൽ സമയത്ത് ജോലിയൊക്കെ ചെയ്യുന്ന ഭൂമി കൂടിയല്ലേ? അതെ അതെ. നേരത്തെയും ഇവിടെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? 2018 പ്രളയകാലത്തിൽ ഇവിടെ ഒരു വീടടക്കം ഒഴുകിപ്പോയിരുന്നു. ഇപ്പം നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വഴിയാണ്. ഈ വഴിയുടെ സൈഡ് പോയതുകൊണ്ട് ഈ വഴി എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകട സൂചന നിൽക്കുകയാണ്. ഒരു 12ഓളം കുടുംബങ്ങൾ ഈ വഴിയെ ആശ്രയിച്ചാണ് കടന്നു പോകുന്നത്. അപ്പം അതിനൊരു പരിഹാരമാണ് നമുക്ക് ആവശ്യം. അരുൺ, ഈ റോഡിനോട് ചേർന്ന് തന്നെയാണ് കൃഷിഭൂമി ഒലിച്ചു പോയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ റോഡിന്റെ താഴ്ഭാഗത്തു നിന്ന് തന്നെ മണ്ണ് ഒലിച്ച് താഴേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. റോഡ് ഇപ്പോൾ അപകടാവസ്ഥയിലാണെന്നാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാവുന്ന കാര്യം. പകൽ സമയമാവുകയാണെങ്കിൽ ആളുകളൊക്കെ ജോലി ചെയ്യുന്ന, കൃഷിക്കാരോട് ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ പുലർച്ചെയായിട്ട് മറ്റ് അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. അതേസമയം ഇപ്പോഴും അപകട സാഹചര്യം ഇവിടെ നിലനിൽക്കുകയുമാണ്. 3 ഏക്കറിലധികം കൃഷിസ്ഥലമേ ഒലിച്ചുപോയി എന്ന് ഒന്ന് ആലോചിച്ചു. രാവിലെ എണീറ്റ് വന്ന് കൃഷിസ്ഥലത്ത് വന്നിട്ട് ഏലവും കുരുമുളകും ഒക്കെ നോക്കാവുന്നതാണ്. സ്ഥലമേ കാണുന്നില്ല, പിന്നല്ലേ ഏലവും കുരുമുളകും. 3 ഏക്കർ സ്ഥലമാണ് ഒലിച്ചു പോയത്. അത് ഇടുക്കിയിൽ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ഇരുന്ന സമയത്ത് ഒരു പുഴയുടെ നടുക്ക് കിടക്കുന്ന പ്രതീതിയാണ് തലസ്ഥാനത്ത്. മഴയാണ്, മഴക്കെടുതിയും രൂക്ഷമാകുന്നു.